2-3 ദിവസമായി മുഴുവൻ ഇന്ത്യയും സംസാരിക്കുന്ന ഒരു വാർത്ത ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ആ ഫ്ലൈറ്റ് അപകടമാണ്. അത് കണ്ട എല്ലാവരെയും ഇനി ഫ്ലൈറ്റിൽ പോകാൻ പോലും ഭയപ്പെടുന്ന രീതിയിലായിരുന്നു ചെയ്തത്. കാരണം ആ വിമാനത്തിൽ യാത്ര ചെയ്ത പലരുടെയും കഥകളാണ് ഇപ്പൊ പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നത്. അവയൊക്കെ കേൾക്കുമ്പോൾ ആ അവസാന നിമിഷം അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നിരിക്കുമെന്ന ചിന്തയാണ്. സന്തോഷത്തോടെ അവരുടെ യാത്ര തുടർന്നു. ഒരു നിമിഷം കഴിഞ്ഞ് വിമാനത്തിൽ എന്തോ ഒരു പ്രശ്നം, വിമാനം താഴേക്ക് വീഴാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആരും ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടാകില്ല ഇങ്ങനെ വളരെ ഭയാനകമായ രീതിയിലാണ് അവർ മരിക്കാൻ പോകുന്നത് എന്ന്. അങ്ങനെ ആ വിമാനത്തിന് എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങി അടുത്ത 1 മിനിറ്റിൽ തന്നെ താഴെ വീണ് തകർന്നത്? അങ്ങനെ ആ അവസാന നിമിഷങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചത്? ഇത് മാത്രമല്ല, അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ട ഒരു പെൺകുട്ടി. നമ്മൾ ഈ 100-ൽ ഒരാൾ 1000-ൽ ഒരാൾ എന്നൊക്കെ പറയില്ലേ? പക്ഷേ ആ മുഴുവൻ ഫ്ലൈറ്റ് അപകടത്തിൽ വിമാനം പൊട്ടിത്തെറിക്കാൻ ചില മിനിറ്റുകൾക്ക് മുൻപ് ആ വിമാനത്തിൽ യാത്ര ചെയ്ത 242 പേരിൽ ഒരേ ഒരാൾ മാത്രം ആ വിമാനത്തിൽ നിന്നും താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. ഇത് ഈ ലോകത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം എന്നാണ് പറയുന്നത്. 0.001% സാധ്യത മാത്രമുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും ചരിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ പേര് രേഖപ്പെടുത്തും എന്ന് തന്നെ പറയാം. ആ വ്യക്തി എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവസാന നിമിഷത്തിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ജൂൺ മാസം 12 ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അഹമ്മദാബാദ് നഗരത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സമയം കൃത്യം ഉച്ചയ്ക്ക് 1:25. ഈ സമയത്ത് ടാക്സിവേയിൽ നിന്നുകൊണ്ടിരുന്ന എയർ ഇന്ത്യ 171 എന്ന പാസഞ്ചർ ഫ്ലൈറ്റ്, ആ വിമാനത്തിൽ 169 ഇന്ത്യക്കാർ, 53 ബ്രിട്ടീഷുകാർ, 7 പോർച്ചുഗീസുകാർ, ഒരു കനേഡിയൻ, ഇങ്ങനെ മൊത്തം 230 യാത്രക്കാരുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കൂടെ ആ വിമാനത്തിൽ ക്രൂ അംഗങ്ങളായ 2 പൈലറ്റ് അടക്കം മൊത്തം 12 പേരായിരുന്നു. അങ്ങനെ ആ വിമാനത്തിൽ ആകെ 242 പേരുണ്ടായിരുന്നു. വിമാനം ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് പറക്കാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു. ആ വിമാനത്തിനകത്തുണ്ടായിരുന്ന ഓരോരുത്തർക്കും പല സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് ടൂർ വന്നിരുന്ന ബ്രിട്ടീഷുകാർ സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നതിൽ അതിയായ സന്തോഷത്തോടു കൂടി കാത്തിരിക്കുകയായിരുന്നു അവർ. 3 കുട്ടികൾ, അച്ഛൻ, അമ്മ അടങ്ങുന്ന ഒരു ഇന്ത്യൻ കുടുംബം ഇന്ത്യ വിട്ട് ലണ്ടനിലേക്ക് കുടിയേറി പാർക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ അവസാനത്തെ ഒരു സെൽഫി എടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്കുള്ള വ്യത്യസ്ത സ്വപ്നങ്ങളുമായി, പ്രതീക്ഷകളുമായി, അടുത്ത് സംഭവിക്കാനിരിക്കുന്ന ദുരന്തത്തെ പോലും അറിയാതെ വിമാനം പറന്നുയരുന്നതിന്റെ സന്തോഷത്തിൽ അവർ കാത്തിരിക്കുകയായിരുന്നു. സമയം ഇപ്പോ 1:38. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന, ഇന്ന് വരെയും ഒരു അപകടം പോലും സംഭവിക്കാത്ത ഡ്രീം ലൈനർ, ഈ ഒരു സീരീസിലെ എയർ ഇന്ത്യ 171 വിമാനമാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ആയി ആകാശം നോക്കി പറക്കാൻ തുടങ്ങി. അങ്ങനെ പറക്കാൻ തുടങ്ങി ആദ്യത്തെ 30 സെക്കൻഡിൽ എല്ലാം ശരിയായി പോകുന്നത് പോലെയാണ് തോന്നിയത്. പക്ഷേ 1:39 എയർപോർട്ടിൽ ഉണ്ടായിരുന്ന ATC, എയർ ട്രാഫിക് കൺട്രോളിന് ആ വിമാനത്തിലെ പൈലറ്റ്സിന്റെ പക്കൽ നിന്നും മേഡേ എന്ന ഒരു കോൾ വരുന്നു. അതിൽ മേഡേ മേഡേ മേഡേ, നോ ത്രസ്റ്റ്, ലോസിംഗ് പവർ, അനേബിൾ ടു ലിഫ്റ്റ് എന്ന് പൈലറ്റ് വളരെ പരിഭ്രാന്തിയോടുകൂടി സംസാരിക്കാൻ തുടങ്ങി. അതായത് മേഡേ എന്നത് അന്താരാഷ്ട്ര ദുരന്ത സൂചനയാണ്. 1920 മുതൽ ഇത് പ്രയോഗത്തിലുണ്ട്. ഫ്രഞ്ച് ഭാഷയിലെ എം എയ്ഡർ എന്നതിൽ നിന്നാണ് മേഡേ വന്നത്. ഒരു പൈലറ്റ് 3 തവണ മേഡേ 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 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിമാനം അത്യന്തം അപകടകരമായ സാഹചര്യത്തിലാണ്, ഉടൻ അവർക്ക് സഹായം ആവശ്യമാണ്. ഇതുപോലെ സാഹചര്യത്തിൽ വിമാനം വലിയ അപകടത്തിലോ പൈലറ്റിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ അതുവഴി യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാകുന്നതൊക്കെയോ ആകാം. അതത് വിമാനത്താവളത്തിലുള്ള എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർമാരെ വിവരം അറിയിക്കാനാണ് മേഡേ കോൾ നൽകുന്നത്. അങ്ങനെ ATC ഇവർ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ വിമാനത്തിന് അടിയന്തരമായി ലാൻഡ് ചെയ്യാൻ സുരക്ഷിതമായ റൺവേ തയ്യാറാക്കും. മറ്റുള്ള വിമാനങ്ങളെയൊക്കെയും അവിടെ നിന്ന് മാറ്റിവെക്കും. പറക്കാനിരിക്കുന്ന വിമാനങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കും. അതുപോലെ ഈ വിമാനത്തിന്റെ പൈലറ്റ് മേഡേ, വിമാനത്തിന് മേലേക്ക് പറക്കാൻ ആവശ്യമായ പവർ ലഭിക്കുന്നില്ല, ഉയർത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ വളരെ ഭയത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ഈ എയർപോർട്ടിൽ ഗ്രൗണ്ടിലുണ്ടായിരുന്ന ATCയിൽ നിന്നും എന്ത് സംഭവിച്ചു, എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു.
എന്നാൽ അങ്ങനെ ചോദിച്ച അടുത്ത സെക്കൻഡ് തന്നെ ആ വിമാനവും റഡാറും റേഡിയോയും അടക്കമുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും പെട്ടെന്ന് തന്നെ തകരാറിലായി. പൂർണ്ണമായും ബന്ധം നഷ്ടപ്പെട്ടു. അങ്ങനെ 622 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന ആ വിമാനം പെട്ടെന്ന് താഴേക്ക് വരാൻ തുടങ്ങി. വിമാനത്തിന്റെ മുകൾ ഭാഗം നോസ് പോർഷൻ മുകളിലേക്ക് നോക്കിയതുപോലെ തോന്നിയെങ്കിലും ആ വിമാനം താഴെ വീഴാൻ തുടങ്ങി. വിമാനം ടേക്ക് ഓഫ് ആയ സമയം മുതൽ ഏകദേശം ഒരു 50-60 സെക്കൻഡ് മാത്രമേ ആകാശത്തിൽ പറന്നുള്ളൂ. അതിനുള്ളിലെ യാത്രക്കാരെല്ലാം എന്ത് സംഭവിച്ചു എന്ന് വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ ഭയത്തോടുകൂടി നോക്കുമ്പോൾ തന്നെ ടേക്ക് ഓഫ് ആയ സ്ഥലത്ത് നിന്നും കൃത്യം 3 കിലോമീറ്റർ അകലെയുള്ള എയർപോർട്ടിന് സമീപമുള്ള BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് ആ വിമാനം ഇടിച്ചു കയറി. അങ്ങനെ വീണ അടുത്ത സെക്കൻഡ് തന്നെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചതുപോലെ ഭീകരമായൊരു തീപിടുത്തം ജ്വാലകളോടുകൂടി അവിടെ നിന്ന് വരാൻ തുടങ്ങി. ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പരിശോധിക്കുക. ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന 242 പേരിൽ 241 പേരും സംഭവ സ്ഥലത്ത് തന്നെ കത്തിക്കരിഞ്ഞു മരിച്ചു. ഈ ഒരു വിമാനം ഒരു നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ്. അതായത് ഇവിടെ അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ടാൽ അടുത്ത് ലണ്ടനിൽ ചെന്ന് മാത്രമേ നിൽക്കുകയുള്ളൂ. മൊത്തം 9 മണിക്കൂർ നോൺ സ്റ്റോപ്പായി പറക്കണം. അതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് വൈറ്റ് പെട്രോൾ ഫില്ല് ചെയ്തിരുന്നു. മൊത്തം 1,25,000 ലിറ്റേഴ്സ്. ചിന്തിച്ചു നോക്കുക, ആ 1,25,000 ലിറ്റർ പെട്രോൾ എങ്ങനെ കത്തിയെറിഞ്ഞിട്ടുണ്ടാകുമെന്ന്. ഒരു വലിയ ഫയർ ബോൾ തന്നെ അവിടെ സംഭവിച്ചു. അകത്തുണ്ടായിരുന്നവരുടെ അവസ്ഥ അത് എങ്ങനെയാണ് എന്ന് ഒട്ടും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവർക്കും 4th ഡിഗ്രി ബേൺസ് സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒന്നും തന്നെ അവശേഷിക്കാൻ സാധ്യതയില്ല, വെറും എല്ലുകൾ മാത്രമായിരിക്കും ഒരു പക്ഷേ ലഭിക്കുക. ചിന്തിച്ചു നോക്കുക, എത്രത്തോളം ഭയാനകമായിട്ടായിരിക്കും അവർ മരിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്കൊന്നും ചിന്തിക്കാനേ സാധിക്കുന്നില്ല. എങ്കിലും ഇത്തരം വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരേയൊരു വ്യക്തി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതാണ് അവിശ്വസനീയമായൊരു കാര്യം. അങ്ങനെ ആ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് ആർക്കും വിശ്വസിക്കാനേ ആകാത്ത വിധത്തിൽ തിരികെ എത്തിയ ആ ഒരു വ്യക്തി ഭാഗ്യശാലി 40 വയസ്സുള്ള രമേശ് വിശ്വാസ് കുമാർ. എല്ലാവരും മരിച്ച ആ വിമാനത്തിൽ നിന്നും അദ്ദേഹം മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പറായ 11A അടുത്താണ് ആ ഫ്ലൈറ്റിന്റെ എമർജൻസി എക്സിറ്റ് ഉണ്ടായിരുന്നത്. വിമാനം ടേക്ക് ഓഫ് ആയി ചില സെക്കൻഡിൽ തന്നെ ഫ്ലൈറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനാൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ അദ്ദേഹം തയ്യാറായി നിന്നു. 625 അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന വിമാനം ഏകദേശം ഒരു 100 അടി ഉയരത്തിലേക്ക് താഴുമ്പോൾ തന്നെ അദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി താഴേക്ക് ചാടി. യഥാർത്ഥത്തിൽ ആ വിമാനം ക്രാഷ് ആയതിനു ശേഷമാണ് അദ്ദേഹം ചാടിയത്. അങ്ങനെ ചാടുന്നതിനും ആ വിമാനം പൊട്ടിത്തെറിക്കുന്നതിനും ഇടയിലുണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ്, അതും 1-2 സെക്കൻഡ് മാത്രം. ആ സെക്കൻഡിൽ അദ്ദേഹം ചാടിയ അടുത്ത സെക്കൻഡ് തന്നെ ആ വിമാനം പൊട്ടിത്തെറിച്ചു. വീണ്ടും അദ്ദേഹത്തിന് മറ്റൊരു ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കുക, അദ്ദേഹം ചാടിയ ഉയരം എന്നൊക്കെ പറയുമ്പോൾ 3 നില 4 നില കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നത് പോലെയാണ്. ഒരു പക്ഷെ താഴെ മണൽ ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം മരിച്ചിരിക്കുമായിരുന്നു സ്പോട്ടിൽ തന്നെ. പക്ഷെ ഭാഗ്യത്തിന് അദ്ദേഹം ചാടിയ സ്ഥലത്ത് ഒരു മണൽ കൂമ്പാരം ഉണ്ടായിരുന്നു. അതിൽ ചെന്നാണ് അദ്ദേഹം വീണത്. അപ്പോൾ മുഖത്ത്, കൈ, കാലുകളിൽ ചെറിയ ചെറിയ പൊള്ളലോടുകൂടിയും പരിക്കുകളോടുകൂടിയും അദ്ദേഹം എഴുന്നേറ്റു. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചില അടി ദൂരത്ത് തീയിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങളെ കണ്ട് അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു. അപ്പോഴാണ് മരണത്തിൽ നിന്നും താൻ തിരികെ എത്തി എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയത്. എങ്ങനെ ഒരു ടൈമിംഗ് ആണെന്ന് ചിന്തിച്ചു നോക്കുക. വിമാനം താഴെ വീഴുന്നുവെന്ന് മനസ്സിലായി. അദ്ദേഹം എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്തു. പെട്ടെന്ന് തന്നെ വിമാനം പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അദ്ദേഹം താഴെ വീഴുകയും ചെയ്തു. ഇതിനിടയിലെല്ലാം 1-2 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചാടുകയും താഴെ വീഴുന്ന സ്ഥലത്ത് കൃത്യം മണലും ഉണ്ടായിരുന്നു. ഇത് എത്ര പെർഫെക്റ്റ് ആയി തന്നെ മാച്ച് ആകുന്നുണ്ട്. ഇത് സംഭവിക്കാനേ സാധ്യതയില്ലാത്ത വളരെ വളരെ അപൂർവമായ, അതായത് ഈ ഫ്ലൈറ്റ് ആക്സിഡൻസിനെ സംബന്ധിച്ച് 0.001% മാത്രം, ഇത്ര മാത്രമേ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത്രയേറെ ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അതേ വിമാനത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ യാത്ര ചെയ്തിരുന്നു. സഹോദരൻ തീർച്ചയായും ജീവിച്ചിരിക്കാനേ സാധ്യതയില്ല എന്നുള്ള ആ ഒരു സത്യം അദ്ദേഹത്തെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഇങ്ങനെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ട് നടന്നു പോകുന്ന വീഡിയോ വൈറലാകാൻ തുടങ്ങി. ഇത് മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായപ്പോഴാണ് ഇദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു ഭാഗ്യശാലി ആ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായത്. അതെ, അഹമ്മദാബാദിൽ നിന്നുള്ള ഭൂമി ഷൗകാൻ എന്ന യുവതി ഈ സെയിം ഫ്ലൈറ്റിൽ പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നാൽ ട്രാഫിക് ജാമിൽ അകപ്പെട്ടതുകൊണ്ട് 10 മിനിറ്റ് വൈകിയായിരുന്നു എയർപോർട്ടിൽ റീച്ച് ആയത്. പക്ഷേ ഫ്ലൈറ്റ് ബോർഡിംഗ് ആയി, ഡോറെല്ലാം ക്ലോസ് ആയി. ഇവർ എത്ര തന്നെ ചോദിച്ചിട്ടും അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ, നിങ്ങളും കൂടെ പോയാൽ വിമാനം വീണ്ടും ഡിലേ ആകും, അതിനാൽ
നിങ്ങളെ അലോ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വിമാനം മിസ്സായി പോയില്ലേ എന്ന ദുഃഖത്തിൽ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് TV-യിൽ വാർത്ത കണ്ടപ്പോഴാണ് അതേ വിമാനം ആക്സിഡന്റിൽ പെട്ടു എന്നുള്ള കാര്യം അറിയുന്നത്. അവർ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നുമാണ് രക്ഷപ്പെട്ടത് എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. മാധ്യമത്തോട് അവർ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുന്ന ഗണപതിയാണ് എന്നെ രക്ഷിച്ചത് എന്ന് വളരെ ദുഃഖത്തോടു കൂടിയായിരുന്നു അവർ സംസാരിച്ചത്. ഇങ്ങനെ അത്ഭുതകരമായ 2 സംഭവങ്ങൾ നടന്നാലും 241 പേരുടെ ജീവൻ നഷ്ടമായ ഈ ഒരു അപകടത്തിൽ വീണ്ടും മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. ആ വിമാനം ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇടിച്ചല്ലോ. അപ്പോൾ സമയം കൃത്യം 1:39 ആയിരുന്നു. അതൊരു ലഞ്ച് ടൈം ആയതുകൊണ്ട് പല സ്റ്റുഡൻസ് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയും പലർക്കും ഗുരുതരമായ പരിക്ക് സംഭവിച്ചു. ഒരുപാട് പേർ മരിച്ചു. കൃത്യമായ കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വേദനിപ്പിക്കുന്ന ഒരു ഫോട്ടോ വൈറലാകുന്നുണ്ട്. ആ ഫോട്ടോ നിങ്ങൾ തന്നെ നോക്കുക. ഇത് ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപെടുത്ത ഒരു ഫോട്ടോയാണ്. ലണ്ടനിൽ 9 വർഷമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജസ്ഥാനിലെ 40 വയസ്സുള്ള പ്രദീപ് എന്ന വ്യക്തി ഇനി ലണ്ടനിൽ സ്ഥിരതാമസമാക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇന്ത്യയിലെ തൻ്റെ ഡോക്ടർ ജോലി റിസൈൻ ചെയ്തിട്ട് ഭർത്താവിനോടൊപ്പം ഇരിക്കുകയാണ്. ഇവരുടെ തന്നെ ഒരു മകൾ, 2 മകൻ. ഇവരെല്ലാം കൂട്ടി മറ്റൊരു രാജ്യത്തേക്ക്, പുതിയൊരു ലോകത്തേക്ക്, പുതിയൊരു ഭാവി, വലിയ സ്വപ്നങ്ങളുമായി ഇവിടെയുള്ള സ്നേഹബന്ധങ്ങൾക്കെല്ലാം ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് യാത്രയായി. പക്ഷേ ഇന്ത്യൻ മണ്ണിൽ നിന്നും പറക്കാൻ തുടങ്ങിയ അടുത്ത ചില സെക്കൻഡിൽ തന്നെ അതേ മണ്ണിലേക്ക് ദുഃഖകരമായി മരിച്ചു വീണു, തീക്കിരയായി. അങ്ങനെ അവർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവരെടുത്ത ഒരു കുടുംബ ഫോട്ടോയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിനെ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ അപകടം നടന്ന അതേ ദിവസം മീഡിയ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ എയർ ഇന്ത്യ നൽകിയ ഒരു പരസ്യം അതാണ് വീണ്ടും വൈറലാകുന്നത്. അതായത് അപകടം സംഭവിച്ച അന്നത്തെ ദിവസം രാവിലെ പുറത്തു വന്ന ആഡിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കടന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ആഡ് ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അതേ രീതിയിലുള്ള ഒരു ഫോട്ടോ വീണ്ടും മാധ്യമങ്ങളിൽ വന്നു. പക്ഷേ ആ ഫോട്ടോ റിയൽ ഫോട്ടോ ആയിരുന്നു. അതായത് ആഡിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ ഒരു വിമാനത്തിന്റെ വായ കയറി പുറത്തേക്ക് വന്നത്. അതുപോലൊരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലുടനീളം പ്രചരിച്ചു. ഇങ്ങനെ അടുത്തിടെ സംഭവിച്ച കുറേയേറെ കോയിൻസിഡൻസുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കോയിൻസിഡൻസും സംഭവിച്ചിട്ടുണ്ട്. മരിച്ച 241 പേർ. ഇവരിൽ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി ഉണ്ടായിരുന്നു. ലണ്ടനിൽ കഴിയുന്ന തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനായി അദ്ദേഹം സെയിം വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ലക്കി നമ്പർ 126 ആണ്, അതായത് 12-6. അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങളിലും ഇതേ നമ്പർ തന്നെയായിരിക്കും. ഇപ്പോൾ അതുപോലെ തന്നെ 12-ാം തീയതി ജൂൺ മാസം അന്നാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിന്റെ ലക്കി നമ്പർ 12-6. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള അതേ നമ്പർ, അതേ തീയതി, അന്ന് തന്നെ അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു. ഇതും ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ഇപ്പോൾ ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും റെസ്ക്യൂ ടീംസ് എല്ലാം വന്ന് മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം കണ്ടെത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി. കൂടാതെ തിരിച്ചറിയാനാകാത്ത വിധം ശരീരങ്ങളെല്ലാം കരിഞ്ഞു പോയതുകൊണ്ട് മരിച്ചവരുടെ പേര് വിവരങ്ങൾ തിരിച്ചറിയാൻ അവർ DNA പരിശോധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവരുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം DNA പരിശോധന നടക്കുകയാണ്. കൂടാതെ രാജ്യത്തെ ആകെ വിറപ്പിച്ച ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന്, ഓരോ കുടുംബത്തിനും 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് എയർ ഇന്ത്യയുടെ ഉടമസ്ഥരായ ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു. കൂടാതെ പരിക്ക് സംഭവിച്ച വിശ്വാസ്, അതുപോലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ ചികിത്സാ ചിലവുകൾ ഇവയെല്ലാം ഞങ്ങൾ തന്നെ നോക്കാമെന്നും ആ വിമാനം ഇടിച്ചതുകൊണ്ട് തകർന്നുപോയ BJ എന്ന മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടം അത് ഞങ്ങൾ തന്നെ പുനർനിർമ്മിച്ചു നൽകുമെന്നവർ പ്രഖ്യാപിച്ചു. മാത്രവുമല്ല, ഈ ഒരു വിമാനത്തിൽ മരിച്ചവരുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ ഇവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഹൈദരാബാദിലേക്ക് വരേണ്ട ഗതാഗത ചിലവുകൾ, സൗജന്യ വിമാനയാത്ര ടിക്കറ്റ് ഇതെല്ലാം ഞങ്ങൾ തന്നെ നൽകുമെന്നും അവർ പ്രഖ്യാപിച്ചു. ശരി, ഇപ്പൊ ഈ ഫ്ലൈറ്റ് ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും? ഇതിന് കാരണം എന്തായിരിക്കും എന്നാണ് എല്ലാവരും ആലോചിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വിമാനത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ഒരല്പം മനസ്സിലാക്കണം. ബോയിങ് 787 ഡ്രീം ലൈനർ, ഇതാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ മോഡൽ പേര്. ഇത് അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തമായ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ് ആണ് നിർമ്മിച്ചത്. കൂടാതെ 2007 മുതൽ 2025 മെയ് മാസം വരെയും മൊത്തം 1189 ഫ്ലൈറ്റ്സ് ആയിരുന്നു. അതായത് ഈ ബോയിങ് 787 വിമാനങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല, അമേരിക്ക, ജപ്പാൻ, ഇംഗ്ലണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപ മതിപ്പിൽ ഏകദേശം 900 കോടി രൂപ വില വരുന്ന ഈ ഒരു മോഡൽ ഇതുവരെയും ഇങ്ങനെയുള്ള അപകടങ്ങളിലൊന്നും പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിൽ ഒന്നാണ് ഈ ബോയിങ് 787. ഇങ്ങനെയായിരുന്നു ഈ വിമാനത്തിന്റെ ഒരു റെപ്യൂട്ടേഷൻ.
എന്നാൽ ഇങ്ങനൊരു വിമാനമാണ് ഇപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു അപകടത്തിലും പെട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അടുത്തിടെയാണ്, ചില ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് സർവീസ് എല്ലാം അവസാനിപ്പിച്ച് ഫ്രഷായി വന്നത്. എന്നിട്ട് കൂടിയും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റൊന്ന് സംഭവിച്ചു. വിധി തീർച്ചയായും മറ്റൊന്നായിരുന്നു. ഇപ്പോൾ ഈ ഒരു വിമാന അപകടത്തെക്കുറിച്ച് അറിഞ്ഞ പലരും ഈ ഒരു അപകടം സംഭവിച്ചതിന്റെ കാരണം എന്താണെന്നുള്ള ചോദ്യമായിരുന്നു ചോദിക്കാൻ തുടങ്ങിയത്. അതെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും അതേ ചോദ്യം തന്നെയായിരിക്കണം മനസ്സിൽ വരുന്നത്. കാരണം ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി അതിന്റെ പ്രൊട്ടക്ഷൻ ടീം എല്ലാം പരിശോധിക്കും. അവരുടെ കയ്യിലുള്ള ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഓരോ ഘടകങ്ങളായി ടിക്ക് ചെയ്തുകൊണ്ടേ പോകും. അതിനുശേഷം പൈലറ്റ് ടേക്ക് ഓഫിന് ഏകദേശം 1 മണിക്കൂർ മുൻപായി തന്നെ എത്തി ഫ്യൂൽ എഞ്ചിൻ കണ്ടീഷൻ, റേഡിയോ, റഡാർ കണക്ഷൻസ്, സോഫ്റ്റ്വെയർ സിസ്റ്റം ഇവയെല്ലാം ശരിയാണോ എന്ന് പരിശോധിച്ച് എല്ലാം ഓക്കെ ആണോ എന്ന് ഉറപ്പുവരുത്തും. പൈലറ്റ് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ആ വിമാനം പറക്കാൻ തയ്യാറാകുന്നത്. അതുപോലെ ഈ ഫ്ലൈറ്റും എല്ലാ പരിശോധനകളും കഴിഞ്ഞ് ആകാശത്തേക്ക് പറന്നു. പക്ഷെ അടുത്ത 1 മിനിറ്റിൽ തന്നെ ഭൂമിയിലേക്ക് വീണ് ഒരു വലിയ ദുരന്തം തന്നെ സംഭവിച്ചു. അതുകൊണ്ട് ഇതൊരു എഞ്ചിൻ പ്രോബ്ലം ആയിരിക്കാമെന്നാണ് പലരുടെയും സംശയം. ഇതേ മോഡൽ വിമാനം ഓടിച്ചിട്ടുള്ള പൈലറ്റായ അരുൾമണി പറഞ്ഞത് ഇങ്ങനെയാണ്. അത് 2014 ഈ പൈലറ്റാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഈ ഒരു ഫ്ലൈറ്റിനെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിറക്കിയത്. അപ്പോൾ മുതൽ 11 വർഷമായി ഒരു പക്ഷിയെ പോലെ യാത്രക്കാരെ എല്ലാം സുരക്ഷയോടുകൂടി കൊണ്ടുപോയി വന്ന വിമാനം ഇപ്പോൾ കത്തിക്കരിഞ്ഞു പോയി. പരമാവധി 13,500 കിലോമീറ്റർ ദൂരം പറക്കാൻ കഴിയുന്ന ഈ ഒരു ഫ്ലൈറ്റ് വെറും 3 കിലോമീറ്റർ മാത്രമേ കടന്നുള്ളൂ. ആ 3 കിലോമീറ്റർ പോലും കടക്കാതെ പെട്ടെന്ന് നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ അതിന്റെ എഞ്ചിൻ ഫെയിലിയർ തന്നെയാണ് സാധ്യതയെന്ന് ആ ഫ്ലൈറ്റിന്റെ മുൻ പൈലറ്റായ അരുൾമണി പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫായ ആ സമയത്ത് ആ വിമാനത്താവളത്തിൽ ഒരു അറ്റ്മോസ്ഫറിക് ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു. വളരെ ക്ലിയർ ആയിരുന്നു. അതായത് മോശം കാലാവസ്ഥ, മൂടൽമഞ്ഞ്, കനത്ത മഴ, കാറ്റ്, പക്ഷികളുടെ പ്രശ്നം എന്നിങ്ങനെ യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടുകളോ ഇല്ലായിരുന്നു. അതിനാൽ ഇക്കാര്യങ്ങളെല്ലാം ആസ്പദമാക്കി നോക്കുമ്പോൾ എഞ്ചിൻ ഫെയിലിയർ ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്നാണ് മറ്റു ചില പൈലറ്റ്സ്മാരും അവരുടെ അഭിപ്രായം വ്യക്തമാക്കുന്നത്. പക്ഷെ ഇത് കേട്ടവർക്കെല്ലാം വന്ന ഒരു പ്രധാനപ്പെട്ട സംശയം, ഈ അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റിൽ അത്യാധുനിക ടെക്നോളജിയുള്ള 2 എഞ്ചിൻസ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരേ സമയം രണ്ടും എങ്ങനെ ഫെയിലാകും? ഒന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു എഞ്ചിൻ പ്രവർത്തിക്കേണ്ടതല്ലേ? ഇങ്ങനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഇതിന് പൈലറ്റായ അരുൾമണി പറഞ്ഞത്, ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ കുറഞ്ഞത് 90% ത്രസ്റ്റ് വേണം. അതേസമയം ആ വിമാനം ഒരു ചിട്ടയിൽ സ്ഥിരമായി പറക്കണമെങ്കിൽ കുറഞ്ഞത് 70% പവർ ആവശ്യമാണ്. ഈ പവർ മുഴുവനും ആ 2 എഞ്ചിനിൽ നിന്നുമാണ് വരുന്നത്. അതുകൊണ്ട് അതിൽ ഒന്ന് ഫെയിലിയർ ആയാൽ പോലും ഫ്ലൈറ്റിന് കിട്ടുന്ന ത്രസ്റ്റ് 50%-ലും താഴെയാകും. അതിനാൽ വിമാനം താഴേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ 250 ടൺ ഭാരമുള്ള ഈ ഒരു എയർ ഇന്ത്യ വിമാനത്തിൽ ഒരു എഞ്ചിൻ ഫെയിലിയർ ആയാൽ പോലും താഴെ വീണിട്ടുണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെയാണ് ആ മേഡേ കോളിലും പൈലറ്റ് പറഞ്ഞത്, വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ത്രസ്റ്റ് കിട്ടുന്നില്ല. അതായത് പൈലറ്റിന് ഉയരാനുള്ള ഒരു ഉന്ത് ശക്തി ലഭിച്ചില്ല. അതുകൊണ്ട് വിമാനത്തിന് മേലേക്ക് പറക്കാനും കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ എഞ്ചിനുകൾ പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയ എഞ്ചിനീയർസ് അശ്രദ്ധരായി ഇതെല്ലാം ചെയ്തിരിക്കാൻ സാധ്യത എന്നാണ് പറയുന്നത്. കൂടാതെ മറ്റൊരു ദുഃഖകരമായ വസ്തുത പറയേണ്ടത്, 30 വർഷത്തെ അനുഭവ പരിചയവും 9300 മണിക്കൂർ ഫ്ലൈറ്റ് ഓടിച്ച് പരിചയമുള്ള ആ പൈലറ്റിന് പോലും ആ വിമാനത്തെ രക്ഷിക്കാനാകാതെ പോയി. കാരണം ടേക്ക് ഓഫായ 1 മിനിറ്റിനുള്ളിൽ തന്നെ ആ വിമാനം അപകടത്തിൽപ്പെട്ടതുകൊണ്ട് പൈലറ്റിന് അതിന്റെ നിയന്ത്രണം തിരികെ കൊണ്ടുവരാൻ ഒരു സമയം ലഭിച്ചില്ല. ഒരു പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഫ്ലൈറ്റിനെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിനവിടെ സൗകര്യം പോലും ഇല്ലായിരുന്നു. ഒരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു വിമാനം അകപ്പെട്ടത്. കൂടാതെ ഈ വിമാനം അസംബിൾ ചെയ്ത ബോയിങ് കമ്പനിയിൽ ജോലി ചെയ്ത സാം എന്ന ഒരു അമേരിക്കൻ എഞ്ചിനീയർ പറഞ്ഞത്, ഈ പ്രത്യേക മോഡൽ 787 ഡ്രീം ലൈനർ വിമാനം ഇതിന്റെ ഫ്ലൈറ്റ് അസംബിൾ ചെയ്യുന്ന പ്രോസസ്സിൽ ചില ഗണ്യമായ നിർമ്മാണ പിഴവുകൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് വിമാനത്തിന്റെ ശരീരത്തിൽ കൺകൊണ്ടാകാത്ത വിധത്തിൽ ചെറിയ വിടവുകൾ ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം പറഞ്ഞു. ഇത് ആദ്യ കാലഘട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ 1000 തവണയ്ക്ക് മുകളിൽ യാത്ര ചെയ്താൽ അതിലൂടെ വിമാനാപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ബോയിങ് കമ്പനി അത് ഗൗരവത്തിൽ എടുത്തില്ല. ഇപ്പോൾ സംഭവിച്ച എയർ ഇന്ത്യ ഡ്രീം ലൈനർ അപകടം അവിടെ പറഞ്ഞതുപോലെ 1000 തവണയ്ക്ക് മുകളിലാണ് യാത്ര ചെയ്തത്. അതിനാൽ ബോയിങ്ങിന്റെ നിർമ്മാണ പിഴവുകളാണോ കാരണം എന്നും സംശയം വരുന്നുണ്ട്. കൂടാതെ ഈ വിമാനം അഹമ്മദാബാദിലേക്ക് പറക്കുന്നതിന് മുൻപ് ഡൽഹിയിൽ നിന്നും വന്നതാണ്.
അതിലെത്തിയ ഒരാൾ ആ വിമാനത്തിൽ AC പ്രവർത്തിച്ചില്ല, TV മോണിറ്റർ ആക്റ്റീവ് ആയില്ല, വയറുകൾ തൂങ്ങി നിൽക്കുകയാണ്, ഫോൺ പോലും പ്രവർത്തിച്ചില്ല എന്നിങ്ങനെയുള്ള ചില കുറ്റവുകളും കുറവുകളും തകരാറുകളും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്ത് പറഞ്ഞു. അതായത് വിമാനത്തിന്റെ ഇടത് ചിറകിൽ ചെറിയ കുലുക്കമുണ്ടായിരുന്നുവെന്നും അദ്ദേഹം അതിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഈ വിമാനത്തിന്റെ കുറവുകൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് 100% നമ്മെ കൊണ്ട് ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് ആ ഫ്ലൈറ്റിലെ ബ്ലാക്ക് ബോക്സ് എന്നറിയപ്പെടുന്ന ഇലക്ട്രോണിക് ഡിവൈസ് നമ്മുടെ കയ്യിൽ ലഭിക്കണം. ഓറഞ്ച് നിറത്തിലുള്ള ഫയർ പ്രൂഫ്, വാട്ടർ പ്രൂഫോട് കൂടിയ ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ ഒരു ഡിവൈസിൽ വിമാനത്തിന്റെ ടെക്നിക്കൽ പെർഫോമൻസ്, പൈലറ്റിന്റെ സംഭാഷണങ്ങൾ, മറ്റ് സാങ്കേതിക വിവരങ്ങളെല്ലാം തന്നെ റെക്കോർഡായിട്ടുണ്ടാകും. അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാലേ അപകടത്തിന്റെ യഥാർത്ഥ സത്യം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും ഈ വിമാന അപകടത്തിൽ മരിച്ചവരുടെ ആത്മാക്കൾക്കെല്ലാം ശാന്തി ലഭിക്കാനായി പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ഈ ഒരു വേദന സഹിക്കാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.